റിയോ ഡി ജനീറോയിലെ മ്യൂസിയം ഓഫ് ടുമാറോ വലിയ നിശബ്ദതയിലാണ്. ഒരു എൻറ്റയർ വേൾഡ് കപ്പ് സ്ക്വാഡിനേക്കാൾ വെയിറ്റുള്ളൊരു പേരിനായി ഹൃദയത്തിൽ സാമ്പാത്താളമിടിക്കുന്ന കോടാനുകോടി മനുഷ്യർ കാത്തിരിക്കുകയാണ്. ഒടുവിൽ കാർലോ ആഞ്ചലോട്ടി ആ പേര് ഉച്ചരിച്ചതേയുള്ളൂ. ബ്രസീലിയൻ തെരുവുകളിൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ആവേശമെല്ലാം അണപൊട്ടി. പ്രഖ്യാപന ഹാളും ടി വി മുറികളും ഇൻസ്റ്റഗ്രാം റീലുകളുമെല്ലാം അയാളാൽ നിറഞ്ഞു. അധികം ഇൻട്രൊഡക്ഷനൊന്നും വേണ്ടാത്ത ഒരാൾ, നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ. ചിറകറ്റുവെന്ന് കരുതിയ ഒരു കാനറിക്കിളിത ഫിനിക്സ് പക്ഷിയെപ്പോലെ കനൽ കൂനകളിൽ നിന്ന് ഉയർത്തു വരികയാണ്. ഫുട്ബോളിൻ്റെ ചരിത്ര പുസ്തകങ്ങൾ അളക്കുന്നത് കിരീടങ്ങളുടെ ലോഹത്തിളക്കം കൊണ്ട് മാത്രമല്ല, അത് ഇയാളെപ്പോലെയുള്ളവർ മനസ്സുകളിൽ തീർത്ത പ്രണയം കൊണ്ടുകൂടിയാണ്. പ്രായത്തിൻ്റെ ഭാരവും പരിക്കിൻ്റെ ശാപവും പേറി ഇനി അയാൾക്ക് ആ 10-ാം നമ്പർ ജേഴ്സിയിലേക്കൊരു മടങ്ങി വരവില്ലെന്ന് പലരും പ്രവചിച്ചതാണ്. പക്ഷേ മുറിവുകൾ തുന്നിക്കൂട്ടിയും ഒടിവുകളിൽ മരുന്ന് പുരട്ടിയും സാംബോ ഫുട്ബോളിൻ്റെ അവസാനത്തെ സുൽത്താൻ വരികയാണ്. നെഞ്ചിൽ ആളിക്കത്തിയ പരിക്കിൻ്റെ വേദനകളെയും പരിഹാസങ്ങളെയും സാന്റോസിൻ്റെ മണ്ണിൽ ചോരയും നീരും നൽകിയവൻ അതിജീവിച്ചിരിക്കുന്നു. 18 മാസമായി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിട്ടുനിന്ന 10-ാം നമ്പറുകാരൻ വീണ്ടും കാനറിപ്പഴയുടെ മഞ്ഞക്കുപ്പായത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സവോപോളയിലെ തെരുവുകൾ മുതലിങ്ങ് കേരളത്തിലുള്ളവർക്ക് വരെ ഒരുപോലെ സന്തോഷമാണ്. ഫിറ്റ്നസ് ഒരു ചോദ്യമുയർത്തുന്നുണ്ടെങ്കിലും 4-ാം ലോകകപ്പിലും നെയ്മർ തന്നെ കളി മെനയുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷകൾ. നെയ്മറിന് മാത്രമല്ല, ബ്രസീലിനാകെയും ഇതൊരു വീണ്ടെടുപ്പിൻ്റെ പോരാട്ടമാണ്. 5 വട്ടം ലോക കിരീടത്തിൽ മുത്തമിട്ട ലോക ഫുട്ബോളിൻ്റെ അപ്രഖ്യാപിത രാജാക്കന്മാർക്ക് തങ്ങളുടെ നഷ്ടസാമ്രാജ്യം തിരിച്ചു പിടിച്ചേ തീരൂ. അവസാനമായി ഒരു ലോകകപ്പ് ട്രോഫി ബ്രസീലിലെത്തിയിട്ട് നീണ്ട 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 2002-ൽ റൊണാൾഡോയും റിവാൾഡോയും എല്ലാം ചേർന്ന് വിരിച്ചെടുത്ത ലോകകപ്പ് ഇപ്പോൾ ഒരു ഓർമ്മ മാത്രമാണ്. ഇന്ന് സ്ക്വാഡിലുള്ള പലരുമെന്ന് ജനിച്ചിട്ട് പോലുമില്ല. 2006-ൽ സിനദിൻ സിദാൻ എന്ന നക്ഷത്രത്തിനു മുന്നിൽ വീണുപോയി. 2010-ൽ ഡച്ച് പടയോട്ടത്തിൽ കണ്ണീരുമായി മടങ്ങി. 2014-ലോ ജർമ്മനിക്ക് മുന്നിൽ ഏറ്റുവാങ്ങിയ ബെലോ ഹൊറിസോണ്ടോ ദുരന്തം ഇന്നും മനസ്സുകളിലുണ്ട്. 2018-ലും 2022-ലും ക്വാർട്ടർ ഫൈനൽ വരെ മാത്രം നീണ്ട പടയൊരുക്കം. ജോഗോ ബൊണിറ്റിയ ലോകത്തെ ഭരിച്ച ബ്രസീലിനെ യൂറോപ്യൻ കരുത്തിനു മുന്നിൽ പതറുന്ന ടീം എന്ന ചീത്തപ്പേര് ഇക്കുറി മാറ്റിയെടുത്തേ തീരൂ. ഈ ദൗത്യത്തിനായി യൂറോപ്യൻ കോച്ച് കാർലോ ആഞ്ചലോട്ടിയെ തന്നെ എത്തിച്ചു. സസ്പെൻസുകൾക്കൊടുവിൽ 26 പടയാളികളും റെഡിയായിട്ടുണ്ട്. വല കാക്കാൻ ലിവർപൂളിൻ്റെ വിശ്വസ്തൻ അലിസൺ ബക്കർ, ഫെനർബാഷയുടെ എഡേഴ്സൺ, ഗ്രേമിയോയുടെ വെവർട്ടൺ എന്നിവരാണുള്ളത്. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അലിസൺ ബക്കർ തന്നെ വലകാക്കും. കഴിഞ്ഞ കുറച്ചു കാലമായി ബ്രസീലിന് ചീത്തപ്പേര് കേൾപ്പിക്കുന്നത് പ്രതിരോധ നിരയാണ്. ഗണ്ണേഴ്സിൻ്റെ ഗബ്രിയൽ മഗലാസ്, PSG-യുടെ വെറ്ററൻ മാർക്കിനോസ്, റോമയുടെ വെസ്ലി, യുവൻറ്റസിൻ്റെ ബ്രെമർ എന്നീ യൂറോപ്യൻ ജെയിംസിനൊപ്പം നാട്ടിലെ ക്ലബ്ബായ ഫ്ലെമംഗോയിൽ കളിക്കുന്ന ഡാനിലോ, ലിയോ പെരേല, അലക്സാൻഡ്രോ എന്നിവരും ചേരും. റഷ്യയിൽ സെനിറ്റിനൊപ്പം പന്ത് തട്ടുന്ന ഡഗ്ലസ് സാന്റോസും അൽ ഹലിയുടെ റോജർ ഇവാനോസും ചേർന്നതോടെ പട്ടിക പൂർത്തിയാകുന്നു. കളിമെനയുന്ന മധ്യനിരയിലും ബ്രസീലിന് കാര്യമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ കോപ്പ അമേരിക്കയിലടക്കം നമ്മൾ ആ ദൗർബല്യം തെളിഞ്ഞു കണ്ടതാണ്. ന്യൂകാസിലിൻ്റെ മിന്നും താരം ബ്രൂണോ ഗിമരായസ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഈ സീസണിൽ മികച്ച ഫോമിൽ കളിച്ച കാസമിറോ, ബൊട്ടഫോഗയുടെ ഡാനിലോ സാൻഡ്രോസ്, അൽ എത്തിഹാദിൽ കളിക്കുന്ന ഫാബിഞ്ഞോ, ഫ്ലെമംഗോയുടെ ലൂക്കാസ് പക്കറ്റ് എന്നിവരാണ് ലിസ്റ്റിലുള്ളത്. എല്ലാവരും പരിചിത മുഖങ്ങൾ തന്നെ. മുന്നേറ്റ നിരയിലേക്ക് വന്നാൽ അവിടെയും പേരുകൾക്ക് കുറവൊന്നുമില്ല. സാക്ഷാൽ നെയ്മർ തന്നെയാണ് ഹോട്ട് ടോപ്പിക്. കൂടെ റയലിൻ്റെ ചാട്ടുളി വിനീഷ്യസ് ജൂനിയറും ബാഴ്സയുടെ ഓമനപുത്രൻ റഫീഞ്ഞയും ചേരുന്നു. മാജിക്കൽ ടച്ചുമായി ഓൾഡ് ട്രാഫോർഡിനെ കോരിത്തെറിപ്പിച്ച മത്തവ്യൂസ് കുന്നയാണ് മറ്റൊരാൾ. റയലിൽ ബെഞ്ചിലിരുന്ന കാലത്തിന് ശേഷം ലിയോണിലേക്ക് ലോണിൽ പോയി മിന്നും ഫോമിലുള്ള എൻട്രിക്, ഗണ്ണേഴ്സിൻ്റെ അതിവേഗക്കാരൻ ഗബ്രിയേൽ മാർട്ടിനലി, ബെൻഫോർഡിൻ്റെ ഇഗോർ തിയാഗോ, ബോൺമൗത്തിൻ്റെ കൗമാരക്കാരൻ റയാൻ, സെനിറ്റിൻ്റെ ലൂയിസ് എൻട്രിക് എന്നിവരാണ് മറ്റുള്ളവർ. ടൂർണമെൻറ്റിലെ തന്നെ ഏറ്റവും മികച്ച അറ്റാക്ക് നിരയുള്ള ടീമുകളിലൊന്ന് ബ്രസീൽ തന്നെയാണ്. ആഞ്ചലോട്ടിയുടെ ഈ സ്ക്വാഡിലേക്ക് കണ്ണോടിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. അദ്ദേഹം പരിചയസമ്പത്തിനും ഫോമിനുമൊപ്പം യുവത്വത്തിൻ്റെ വന്യമായ വേഗതക്കും തുല്യ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആരൊക്കെ ആദ്യ ലെവലിൽ ഇറങ്ങുമെന്ന് ഏറെ ആലോചനകൾക്കും ടാക്ടിക്കൽ തീരുമാനങ്ങൾക്കും ശേഷമാകും തീരുമാനമെടുക്കുക. ഫിറ്റ്നസും ടീം കോമ്പിനേഷനും പ്രധാന ഘടകമാകും. പക്ഷേ ഈ സന്തോഷത്തിനിടയിലും ആരാധകരെയും ആഞ്ചലോട്ടിയെയും ഒരുപോലെ അലട്ടുന്ന ചില വലിയ നഷ്ടങ്ങളുമുണ്ട്. പരിക്ക് മൂലം പല വലിയ പേരുകൾക്കും യൂറോപ്പിലെ മിന്നും താരങ്ങൾക്കും പുറത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് റോഡ്രിഗോയുടേതാണ്. ACL ഇഞ്ചുറി മൂലം റോഡ്രിഗോക്ക് ഈ ലോകകപ്പ് പൂർണ്ണമായും നഷ്ടമായി. കൂടാതെ റൈറ്റ് ബാക്കായും സെൻറ്റർ ബാക്കായും തിളങ്ങാനാകുന്ന എഡർ മിലിറ്റാവോയും പരിക്കിൻ്റെ പിടിയിൽ തന്നെ. ഇതിനെല്ലാം പുറമെ പ്രീമിയർ ലീഗിൽ മിന്നിയിരുന്ന ചെൽസിയുടെ കൗമാരതാരം എസ്താവോ വില്ലനുമില്ല. ചെൽസിയുടെ തന്നെ ജാവോ പെട്രോയും മിഡ്ഫീൽഡർ ആൻഡ്രേ സാൻഡ്രോസും ഇല്ലാത്തതും വലിയ നഷ്ടമാണ്. ഖത്തറിൽ വണ്ടർ ഗോൾ അടിച്ച റിച്ചാർലിസണും ഇക്കുറി ലിസ്റ്റിലില്ല.
സിറ്റിയുടെ സാവിഞ്ഞോ 55 ലിസ്റ്റിൽ പോലും ഇടം പിടിച്ചിരുന്നില്ല. യുണൈറ്റഡിലെ പരിഹാസങ്ങൾക്ക് ശേഷം റയൽ ബെറ്റിസിൽ പോയി കരിയർ വീണ്ടെടുത്ത ആന്റണിക്കും ഇക്കുറി ടീമിൽ ഇടമില്ല. ഈ ടീമിന്റെ ഏറ്റവും വലിയ കരുത്ത് വേഗതയും താളവുമുള്ള മുന്നേറ്റ നിര തന്നെയാണ്. വിനീഷ്യസ്, നെയ്മർ, റഫീഞ്ഞ, മാർട്ടിനെല്ലി, കുഞ്ഞ എന്നിവരെല്ലാം ഏത് പ്രതിരോധത്തെയും കീറിമുറിക്കാൻ പോന്നവർ തന്നെ. ഒറ്റയ്ക്ക് കളി തിരിക്കാനും പോന്നവരാണ് ഇവരെല്ലാം. എന്നാൽ ബ്രസീലിനെ വർഷങ്ങളായി അലട്ടുന്ന ഒരു വലിയ ബലഹീനത ഈ ടീമിലും പ്രകടമാണ്. അതാണ് ഫുൾ ബാക്ക് പൊസിഷനുകൾ. റൈറ്റ് ബാക്കിൽ കളിക്കാൻ പോകുന്ന ലോകോത്തര താരങ്ങളുടെ അഭാവം വ്യക്തമാണ്. വെറ്ററൻ താരൻ ഡാനിലോ, റോമയുടെ വെസ്ലി അല്ലെങ്കിൽ സെന്റർ ബാക്കായ ഇബാനസിനെ റൈറ്റ് ബാക്കാക്കുക എന്നിവ മാത്രമാണ് ആഞ്ചലോട്ടിക്ക് മുന്നിലുള്ള ഓപ്ഷനുകൾ. ലെഫ്റ്റ് ബാക്കിൽ ഡഗ്ലസ് സാന്റോസോ, അലക്സാൻഡ്രോ ഇറങ്ങേണ്ടി വരും. യൂറോപ്യൻ ടീമുകളുടെ അതിവേഗ വിംഗർമാരെ തടയാൻ ഈ ഫുൾ ബാക്കുകൾക്ക് സാധിക്കുമോ എന്നതും വലിയൊരു ചോദ്യചിഹ്നമാണ്. ബ്രസീലിയൻ കോച്ചുമാരെ മാറ്റി ഇപ്പോൾ ആ കസേരയിൽ ഇരിക്കുന്നത് സാക്ഷാൽ കാർലോ ആഞ്ചലോട്ടിയാണ്. ക്ലബ് ഫുട്ബോളിലെ സകല കിരീടങ്ങളും ചൂടിയ അധികായൻ. 2025 ബ്രസീലിന്റെ ചുമതലയേറ്റ അദ്ദേഹത്തിന് 2030 ലോകകപ്പ് വരെ ഇപ്പോൾ കരാർ നീട്ടി നൽകിയിട്ടുണ്ട്. ജൂൺ 13 ന്യൂജേഴ്സിയിൽ മൊറോക്കോക്കെതിരെയാണ് ബ്രസീലിന്റെ ആദ്യ പോരാട്ടം. ഗ്രൂപ്പ് സിയിൽ ഹെയ്റ്റിയും സ്കോട്ട്ലൻഡുമാണ് മറ്റ് എതിരാളികൾ. പരിക്കിന്റെ ചെങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് നെയ്മർ മുന്നിൽ നടക്കുമ്പോൾ വിനീഷ്യസും റഫീഞ്ഞോയും ഇരുവശങ്ങളിൽ നിന്നും തീതുപ്പുമ്പോൾ തന്ത്രങ്ങളുടെ ആശാൻ കാർലോ ആഞ്ചലോട്ടി ഡഗൌട്ടിലിരുന്ന് കരുക്കൾ നീക്കുമ്പോൾ കാനറിപ്പട കിരീടത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യം കാണുന്നില്ല.